ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ പോകുമ്പോൾ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട്, അതായത് സാരി ആണെങ്കിലും ഈവൻ ലോങ് സ്കേർട്ട് ആണെങ്കിലും ഗൗൺ ആണെങ്കിലും ലെഹങ്കയാണെങ്കിലും ഒക്കെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ആക്സസറിയും കൂടെ നമ്മൾ വെയർ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് കൂടുകയും ചെയ്യും, ആ ഡ്രസ്സ് നന്നായിട്ട് ഹൈലൈറ്റ് ആവുകയും ചെയ്യും, അല്ലേ? ഹായ്, ഹലോ, ഐ എം സൂസൻ മാത്യു ഫ്രം ബി ഇൻ സ്റ്റൈൽ. ഇത് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ലോങ് മാലകളാണ്. ലോങ് മാല എന്ന് പറഞ്ഞാൽ അതിൽ 2 ലെയർ വരും. അതിൽ പേൾസ്, എല്ലാ മാലയിലും പേൾസ് ഉണ്ടാവും ഒരു ലെയറായിട്ട്. അതിൻ്റെ കൂടെ തന്നെ സെമി പ്രഷ്യസ് ബീഡ്സ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള, അതിൻ്റെ കൂടെ തന്നെ ഗൺമെറ്റലിൻ്റെ സ്റ്റോൺസ് ബീഡ്സും കൂടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള മാലകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് കാണിക്കുന്നത് 2 ലെയറിലുള്ള മാലയാണിത്. ഇത് കുറച്ച് ലോങ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് കണ്ണികളാണ് യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഏത് കണ്ണിയിൽ വേണമെങ്കിലും മാലയുടെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഈവൻ സാരിയാണ് വെയർ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് പ്ലേറ്റിന്റെ മുകളിലായിരിക്കണം മാല നിൽക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് പ്ലേറ്റിന്റെ ഉള്ളിലോട്ട് ഈ മാലയുടെ എൻഡ് അങ്ങ് താണു പോകും. അപ്പം മാലയുടെ കറക്റ്റ് ഷേപ്പ് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ബാക്ക് സൈഡിൽ ഇത്രയും കണ്ണികൾ കൊടുക്കുന്നത്. ഈ കണ്ണിയിൽ നമുക്ക് ഓരോരുത്തരുടെയും ലെങ്ത് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ലെയർ വന്നിട്ട് പേൾസ് ആണ്. പേൾസ് നല്ല ക്വാളിറ്റി പേൾസ് തന്നെയാണ്, ഫസ്റ്റ് ക്വാളിറ്റി അല്ല, പക്ഷെ ഒട്ടും പീൽ ചെയ്ത് പോകാത്ത പേൾസ് ആണിത്. സെക്കൻഡ് ലെയർ വന്നിട്ട് സെമി പ്രഷ്യസ് സ്റ്റോൺസിന്റെ ബീഡ്സ് ആണ്. ഈ ബീഡ്സിന്റെ കളർ ചേഞ്ച് വരത്തില്ല, കാരണം ഇത് നല്ല വെയിറ്റ് ഉള്ള സ്റ്റോൺസിന്റെ ബീഡ്സ് തന്നെയാണ്. പിന്നെ ഇതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ബിറ്റ്വീൻ ഗൺമെറ്റൽ കളറിലുള്ള സ്റ്റോൺസിന്റെ ബീഡ്സ് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ചെറുതെ 2 ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഹൂക്സ് വെച്ചിട്ടുള്ളതാണ്, പെട്ടെന്ന് നമുക്ക് വെയർ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഈ കോമ്പിനേഷൻ തന്നെയുള്ള പേളും ഗ്രേ സ്റ്റോണും വെച്ചിട്ടുള്ള കമ്മലുകളാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഏത് ജൂട്ടിന്റെ സാരി, അതേപോലെ തന്നെ പേൾസുമായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡ്രസ്സിനും ഇതൊരു നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഗ്രേയും പേളും എന്ന് പറഞ്ഞാൽ വളരെ ഇന്നായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നമുക്ക് വെയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നല്ല കോൺഫിഡൻസ് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ വെയർ ചെയ്തിരിക്കുന്ന സാരി ആയാലും ഏത് ഡ്രസ്സാണെങ്കിലും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. എന്നാൽ സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ കുറേ സിമ്പിളാണ്. എന്നാൽ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമോ എന്ന് ചോദിച്ചാൽ നല്ല ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഈ മാലയുടെ പ്രത്യേകത. ഇനി നമുക്ക് വേറൊരു കളർ കാണാം. അടുത്ത മാലയും നല്ല ബ്യൂട്ടിഫുൾ ഒരു കോമ്പിനേഷനാണ്. അതായത് ഡാർക്ക് ഫിറോസി കിട്ടാനൊക്കെ, ഈ കളർ കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമുള്ളതാണ്. ഇത് ഡാർക്ക് ഫിറോസിയും പേൾസുമാണ് ഇതിനകത്തിലെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പേൾസ് കോമൺ ആയിട്ട് ഫസ്റ്റ് ലെയർ എല്ലാ മാലയിലും ഉണ്ടാവും. ഈ കാറ്റഗറിയിലുള്ള മാലയിൽ സെക്കൻഡ് ലെയർ വന്നിട്ടാണ് സാരിക്കും ഡ്രസ്സിനൊക്കെ മാച്ചിങ് ആയിട്ട് വരുന്നത്, കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. അതാണ് ഇത്. ഡാർക്ക് ഫിറോസി കളറാണ്. ഇതും ശരിക്കും പറഞ്ഞാൽ സെമി പ്രഷ്യസ് സ്റ്റോൺസ് തന്നെയാണ്, അതിൻ്റെ ബീഡാണ്. അപ്പോൾ ഈ ഫിറോസി കളർ ഒട്ടും ചേഞ്ച് വരത്തില്ല. പേൾസും നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. പിന്നെ ഇൻ ബിറ്റ്വീൻ ഈ ഗൺമെറ്റൽ കളറിലുള്ള സ്റ്റോൺസിൻ്റെ ബീഡ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനും നല്ലൊരു സ്മോൾ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഹാങ്ങിങ് കമ്മല് ചെറിയ കമ്മലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഈ കമ്മല് മതിയാവും. അതെല്ലാം വേറെ കമ്മൽ വേണമെന്നുണ്ടെങ്കിൽ ഈവൻ പേൾ കമ്മലായാലും ചേരും ഇതിൻ്റെ കൂടെ. ഫിറോസി മാത്രം ഇട്ടാലും ഇതിൻ്റെ കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഇതും നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ്. ഇതേപോലെയൊക്കെ മാലകൾ നമ്മുടെ കളക്ഷനകത്ത്, ഇങ്ങനെയൊക്കെയുള്ള ആർട്ടിഫിഷ്യൽ ആക്സസറീസ് വെയർ ചെയ്യുന്നവർക്ക് കളക്ഷനകത്ത് ഇതേപോലെയൊക്കെയുള്ള മാലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ഇത് ഇടാനായിട്ട് സാധിക്കും. കാരണം ഇതിൻ്റെ ഒന്നും ഫാഷൻ ഔട്ടായി പോകുന്നതല്ല. അതുകൊണ്ടാണ് ഈ ടൈപ്പ് മാലകൾ ഒക്കെ എപ്പോഴും നമുക്ക് കളക്ഷനകത്ത് ഉണ്ടാകുന്നത് വളരെ നന്നായിരിക്കും. അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഇത് ലോട്ടസ് പിങ്കിന്റെ ഒരു കാറ്റഗറിയിൽ വരും. എന്നാൽ ലാവൻഡർ ഷെയ്ഡ്, മോവ് ഷെയ്ഡിനൊക്കെ ഇത് മാച്ചിങ് ആയിട്ട് വരും. ഇതും ഒരു റെയർ പീസാണ്, കാരണം ഈ കളർ കോമ്പിനേഷൻ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഞങ്ങൾ ആക്ച്വലി കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. നമ്മൾ പറഞ്ഞ് ആ മേക്കിംഗ് സെക്ഷനെ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ്. കാരണം ഒരുപാട് കസ്റ്റമേഴ്സിന്റെ എൻക്വയറി വരും, ഇതിന്റെ മാച്ചിങ് ഉണ്ടോ, ഈ കളർ അവൈലബിൾ ആണോ, പേളുമായിട്ട് ചേർന്നിട്ടുള്ളതുണ്ടോ, ഒരു ലെയർ മാത്രം പേൾസ് ഇടുമ്പം ഒട്ടും ഹൈലൈറ്റ് ആവണില്ല, അപ്പോൾ കുറച്ച് ആ സാരിയുടെ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ കളറും കൂടെ മിക്സ് ആയാൽ നന്നായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അത് ശരിക്കും നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ശരിക്കും മേക്കിംഗ് സെക്ഷനിൽ മാനുഫാക്ചറോട് പറഞ്ഞ് അങ്ങനെ ചെയ്യിക്കുന്ന കുറേ കളക്ഷൻസ് ആണ് ഇന്ന് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിങ്ക് ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഇത് ഭയങ്കര ഹൈലൈറ്റ് ആവുന്നുണ്ട് പേൾസുമായിട്ട് ചേർന്ന്. ഫസ്റ്റ് ലെയർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേൾസിന്റെ ഒരു ലെയറാണ്. പക്ഷെ പേൾസിന്റെ ലെയർ ആണെങ്കിലും ഇതിന്റെ ഇൻ ബിറ്റ്വീൻ
ഗൺമെറ്റൽ കളറിലുള്ള സ്റ്റോൺസിന്റെ ബീഡ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇൻസൈഡിൽ വരുന്ന ലെയറാണ് ഈ മോവ് ഷെയ്ഡ്, അതായത് ലോട്ടസ് പിങ്ക് ഷെയ്ഡ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഒരു കോമ്പിനേഷനാണ്. ഇതിനും സ്മോൾ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈവൻ സ്റ്റഡ്സ് ആണ് വെയർ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ സ്റ്റഡ്സ് മാത്രമേ ഞാൻ വെയർ ചെയ്യാറുള്ളൂ, ഹാങ്ങിങ് എനിക്ക് വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ പേളിൻ്റെ ഒരു സിംഗിൾ ഒരു സ്റ്റഡ് ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ മോവ് ഷെയ്ഡിലുള്ളത് കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ളതും ഇട്ടാലും നല്ല ഹൈലൈറ്റ് ചെയ്തിരിക്കും. അടുത്ത കളറും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കളറാണ്. കാരണം ഇതാണ് കറക്റ്റ് മോവ് ഷെയ്ഡായിട്ട് വരുന്നത്. മോവ് ഷെയ്ഡിന് മാച്ചിങ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ആക്ച്വലി സ്റ്റോണിൽ വരികയാണെങ്കിൽ ഗ്ലേസിങ് വരുന്നതുകൊണ്ടും മോവ് ഷെയ്ഡും അത്രയ്ക്ക് അങ്ങോട്ട് മാച്ചിങ് ആയിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ആണെങ്കിൽ മാത്രമേ കറക്റ്റ് മോവായിട്ട് വരുള്ളൂ. അപ്പം ഈ മാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് മോവ് ഷെയ്ഡാണ്. ഇത് ഗൗണിനൊക്കെ ഒരുപാട് പേര് വന്നിട്ട് മോവ് ഷെയ്ഡിന് മാച്ചിങ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കാണാറുണ്ട്. പിന്നെ കോംപ്രമൈസ് ഉള്ള രീതിയിലാണ് ചിലപ്പോൾ ഒരു ഷെയ്ഡ് അപ്പായിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ എടുക്കുന്നത്. പക്ഷേ ഇത് കറക്റ്റ് മോവ് ഷെയ്ഡാണ്. ഇത് സാരിക്കൊക്കെ വെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതിൻ്റെ കൂടെ മാച്ചിങ് ബാങ്കിള്, സിമ്പിളായിട്ടുള്ള ബാങ്കിൾ ആയാലും കുഴപ്പമില്ല. പക്ഷെ കളർ കോമ്പിനേഷനൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ സാരി എത്ര പ്ലെയിൻ ആണെങ്കിലും നന്നായിട്ട് ആക്സസറി വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ബ്യൂട്ടിഫുൾ ഒരു ഷെയ്ഡാണ്. നേരത്തെ ഞാൻ കാണിച്ച ഷെയ്ഡുമായിട്ട് ഇതിന് കളർ ചേഞ്ച് ഉണ്ട്. കാരണം നേരത്തെ ഞാൻ കാണിച്ച ഷെയ്ഡ് ലോട്ടസ് പിങ്ക് ആണ്. പക്ഷെ കാണുമ്പോൾ ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും ചേഞ്ച് ഉണ്ട് കളറിന്. ലോട്ടസ് പിങ്ക് കളർ പറഞ്ഞാൽ കുറച്ചുകൂടെ ഡാർക്കാണ്. പക്ഷെ ഇത് മോവ് ഷെയ്ഡ് വരുന്ന നല്ല മോവ് ഷെയ്ഡാണ്. കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഈ കളറുകൾ തമ്മിൽ. ചെറിയ ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ പോലും ഡ്രസ്സിൻ്റെ കൂടെ വെക്കുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്ത കളറ് ലൈറ്റ് ഫിറോസി അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിന് ഒക്കെ മാച്ചിങ് ആയിട്ട് വരുന്നതാണ്. ഇത് ശരിക്കും കുറച്ച് ഡള്ളായിട്ടുള്ളൊരു കളറാണ്. പക്ഷേ